രാവിലെ 11:10 വ്യോമസേനയുടെ എയർ ഇന്ത്യ 1 വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു, DGP ഷേഖ് ദർവേഷ് സാഹിബ് തുടങ്ങിയവർ സ്വീകരിച്ചു. കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിമാനത്തിൽ അനുഗമിച്ചു. ശേഷം 11:17 വ്യോമസേനയുടെ MI-17 ഹെലികോപ്റ്ററിൽ ദുരന്തഭൂമിയായ വയനാട്ടിലേക്ക്, ആദ്യം ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ വ്യോമനിരീക്ഷണം നടത്തിയ ശേഷം കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി. കൽപ്പറ്റയിൽ നിന്ന് റോഡ് മാർഗമാണ് അദ്ദേഹം ചൂരൽമലയിലെത്തിയത്. വെള്ളാർമല സ്കൂളിന്റെ പുറകുവശത്തെ തകർന്ന റോഡിലൂടെ നടന്ന അദ്ദേഹത്തോടൊപ്പം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവർ അനുഗമിച്ചു. ചീഫ് സെക്രട്ടറി വി വേണു, ജില്ലാ കളക്ടർ DR മേഘശ്രീ, ADGP MR അജിത് കുമാർ എന്നിവർ പ്രധാനമന്ത്രിയോട് ദുരന്തഭൂമിയിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു നൽകി. ശേഷം സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ ദുരന്തത്തിന് ഇരയായവരെ സന്ദർശിക്കാൻ മേപ്പാടിയിലേക്ക്. സന്ദർശിക്കാൻ ആദ്യം തീരുമാനിച്ചത് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിൽ ക്യാമ്പിലെ 9 പേരെ. പക്ഷേ ദുരന്തത്തിന്റെ കഥ വീണ്ടും പലരിൽ നിന്ന് കേട്ടറിഞ്ഞ് അരമണിക്കൂറോളം ക്യാമ്പിൽ തന്നെ. ശേഷം ഇരകളെ ആശ്വസിപ്പിച്ച് വിംസ് ആശുപത്രിയിലേക്ക്. അവിടെ മാതാപിതാക്കളെ നഷ്ടമായ 8 വയസ്സുകാരി അവന്തികയെയും മരണത്തെ മുഖാമുഖം കണ്ട് നട്ടലിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അരുൺ ഉൾപ്പെടെ 4 പേരെ ആശ്വസിപ്പിച്ചു. ദുരിതബാധിത മേഖലയിൽ 12 മണി മുതൽ 3 മണി വരെ മാത്രം നിശ്ചയിച്ച സന്ദർശനം 1 മണിക്കൂർ അധികം നീണ്ടു. ദുരന്തത്തിന്റെ വ്യാപ്തിയും അതിജീവിതരുടെ വേദനയും ഉൾക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ മടക്കം. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.